ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നയൻതാര ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസ് നന്നായി മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ എടുത്തിട്ട് എൻ്റെ ഫേസിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയൻതാരയുടെ മേക്കപ്പ് യൂഷ്വലി നല്ല ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പാണ്. അപ്പോൾ നമ്മൾ നന്നായി നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡ്യൂയി ഫിനിഷ് കിട്ടും. ഈ പ്രോഡക്റ്റ് കുറച്ച് മാറ്റ് പ്രോഡക്റ്റാണ്, എന്നാലും നമുക്കൊരു ഡ്യൂയി ഫിനിഷ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മേബിലിൻ്റെ ഫിറ്റ്മിയുടെ ഒരു കൺസീലർ ഉപയോഗിച്ചിട്ട് എൻ്റെ അണ്ടർ ഐ സർക്കിൾസും പിന്നെ എൻ്റെ ഫോർഹെഡ് ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് ലാക്മേയുടെ റോസ് പൗഡർ എന്ന് പറഞ്ഞൊരു പൗഡർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസ് നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അണ്ടർ ഐസും ഒരു ഫേസ് മൊത്തം ഒരു അതിൽ കിട്ടിയ ഒരു കോമ്പാക്റ്റ് പോലത്തെ ഒരു കുഷൻ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് മൊത്തം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് നന്നായി എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഷുഗറിൻ്റെ കോൺട്രോർ ഡെ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു കോൺട്രോർ പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായി നമ്മുടെ ഫേസ് ഒന്ന് കോൺട്രോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷ് എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഫേസിൽ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചീക്ക് ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളുടെ മേക്കപ്പിൽ യൂഷ്വലി അതൊരു പിങ്ക് കളർ ഉണ്ടാവാറുണ്ട് ഫേസിൽ, അതാണ് ഞാനൊന്ന് അപ്ലൈ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഹൈ പോയിൻറ്റ്സ് ഓഫ് ദ ചീക്കിൽ നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഗ്ലോയി ഫിനിഷാണ് മൂപ്പരുടെ മേക്കപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതേപോലെ ഗ്ലോയി ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു പാലറ്റ് എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് ഏറ്റവും ഡാർക്കായിട്ടുള്ള കളർ എടുത്തിട്ട് എൻ്റെ ഫുൾ ലിഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മെയിൻ ഫോക്കസ് വരിക ഐ മേക്കപ്പിലാണ് കേട്ടോ. നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഐ മേക്കപ്പാണ്. കുറേ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള ഐ മേക്കപ്പാണ് ആളുടെ. നല്ല ഭംഗിയുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഐസ് യൂഷ്വലി നല്ല ഭംഗി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഡാർക്കായിട്ടുള്ള കളർ നമ്മുടെ ഫുൾ ഐലൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ചെറിയൊരു ഡാർക്ക് കളർ എടുത്തിട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ട് വേറൊരു പാലറ്റിൽ നിന്ന് ഞാനൊരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ലാഷ് ലൈനിൻ്റെ തൊട്ടടുത്തായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു വിങ്സ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കാജൽ എടുത്തിട്ട് ഒരു കൊളോസലിൻ്റെ ലാക്മേയുടെ കൊളോസലിൻ്റെ കാജൽ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ മോൾ ഭാഗത്തൊന്ന് നമ്മൾ സ്മോക്ക് ചെയ്ത് വിട്ടില്ലേ അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ബ്രൗൺ കളറില്ലേ ഡാർക്ക് ബ്രൗൺ, അതൊന്ന് ഞാൻ അടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ അടിയിൽ നന്നായി അപ്ലൈ ചെയ്തിട്ട് വേറൊരു ബ്രഷ് എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹാഷ് ലൈനൊന്നും പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഫസ്റ്റ് എടുത്ത കൊളോസൽ കാജലില്ലേ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഉൾഭാഗം ഒന്ന് വാട്ടർ ലൈൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഐലാഷ് കളർ എടുത്തിട്ട് എൻ്റെ ഐലാഷസ് ഒന്ന് കേൾ ചെയ്തിട്ട് ബ്ലൂ ഹെവൻ്റെ മസ്കാര ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായി കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ലാക്മേയുടെ ഐലൈനർ ഉപയോഗിച്ചിട്ട് ലാക്മേയുടെ ഐലൈനർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇന്നർ കോർണർ ഒന്ന് നന്നായി ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ഏകദേശം കളർ നോക്കിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഫോട്ടോയിലുള്ള ഏകദേശം കളർ നോക്കിയിട്ട് എടുത്തിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത നയൻതാര ഇൻസ്പയർഡ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെറുതായിട്ടെങ്കിലും ഒരു സാമീപ്യം തോന്നുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെറുതായിട്ട് സാമീപ്യം തോന്നുന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.